നമസ്കാരം. ബിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU നേതൃത്വത്തിൽ തൊഴിലാളികൾ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി S. ശർമ്മ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ലോക്സഭാ മണ്ഡലം സമ്മേളനം സെപ്റ്റംബർ 28 മുതൽ 30 വരെ തൊടുപുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അഞ്ചുരി മിനർവ ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങി. ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെൽകൃഷി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നെൽകൃഷി തുടരുന്ന ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ പാടം കുന്നത്തു മാത്യു വർഗീസ് ശ്രദ്ധേയനാകുന്നു. കശാപ്പുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തൊമ്മൻകുത്തുപുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റക്കാരെ പിടികൂടണമെന്ന് നാട്ടുകാർ. വാഗമൺ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം 28-ന് മന്ത്രി KP മോഹനൻ നിർവഹിക്കും. വഴിത്തല ശാന്തിഗിരി കോളേജിൽ 28-ന് കൊമേഴ്സ് ഫെസ്റ്റ് നടത്തും. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ 4 കേന്ദ്രങ്ങളിലേക്ക് തൊഴിലാളി മാർച്ച് നടന്നു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് CITU സംസ്ഥാന സെക്രട്ടറി S. ശർമ്മ ഉദ്ഘാടനം ചെയ്തു. KM ബാബു, TR സോമൻ, VB മത്തായി, A. രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ കാഴ്സിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിന് സമീപം സ്വകാര്യ ബസും സ്കോർപിയോയും കൂട്ടിയിടിച്ചു. പൂമാല റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നഗരത്തിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. 100 മീറ്റർ മാത്രം അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്താൻ വൈകിയത് പ്രതിഷേധത്തിന് കാരണമായി. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ലോക്സഭാ മണ്ഡലം സമ്മേളനം സെപ്റ്റംബർ 28 മുതൽ 30 വരെ തൊടുപുഴയിൽ നടക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M. ലിജു, AIYF സംസ്ഥാന പ്രസിഡന്റ് G. കൃഷ്ണപ്രസാദ്, KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി എന്നിവർ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന സെമിനാർ കേന്ദ്രമന്ത്രി KV തോമസ് ഉദ്ഘാടനം ചെയ്യും. PT തോമസ് MP മുഖ്യപ്രഭാഷണം നടത്തും. ജിയോ മാത്യു, ചാർലി ആന്റണി, ഡീൻ കുര്യാക്കോസ്, PR രാജേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ കമ്മിറ്റിയുടെ സമ്മേളനം ഈ മാസം 28, 29, 30 തീയതികളിലായി തൊടുപുഴയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ 3 ദിവസക്കാലത്തെ ഈ പരിപാടി തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ സെപ്റ്റംബർ 28, 29 തീയതികളിൽ പോളിമർ ടെക്നോളജി സംബന്ധിച്ച ദേശീയ സെമിനാർ നടത്തുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി PJ ജോസഫ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജൻ ഗുരുക്കൾ അധ്യക്ഷത വഹിക്കും. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ്, അപ്പോളോ ടയർ റിസർച്ച് മേധാവി PK മുഹമ്മദ്, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ സോമശേഖരൻ ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിക്കും. പ്രിൻസിപ്പൽ KT സുബ്രഹ്മണ്യം, കൺവീനർ ലെനി മാത്യു, സ്റ്റാഫ് അഡ്വൈസർ ജോസ് സെബാസ്റ്റ്യൻ, ബാബു പള്ളിപ്പാട്ട്, ആഷ്ലിൻ T. അശോക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ
ഒരു നാഷണൽ സെമിനാർ നടത്താറുണ്ട് അവിടെ. ഇതിനു മുമ്പ് നടന്ന 2009 ഇപ്പോൾ 2012 നാഷണൽ സെമിനാർ. അഞ്ചേരി മിനർവ ക്ലബിനോടനുബന്ധിച്ച് ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ടോമി കമ്പാലം അധ്യക്ഷത വഹിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ബേബി പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരി മാത്യു, ഡീന എമ്മാനുവൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജാൻസി മാത്യു, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ജോസഫ് മൂലശ്ശേരി, ക്ലബ് സെക്രട്ടറി മാത്യു വള്ളപ്പിള്ളി, ട്രഷറർ PD ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ദശാബ്ദങ്ങൾ പിന്നിട്ട മിനർവ പ്രദേശത്ത് മിനർവ ക്ലബ്ബ് എന്ന രൂപത്തിൽ അഞ്ചേരി മേഖലയിലാകെയും ഒരു സാംസ്കാരിക പൈതൃകം എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും ഒപ്പം തന്നെ ജനങ്ങളുടെ കലാകായിക സാംസ്കാരിക അഭിരുചിയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അവയെ പരിപോഷിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന മിനർവ ക്ലബ്ബ് ഇന്ന് മുതൽ അതോടൊപ്പം തന്നെ ലൈബ്രറി കൂടിയായി, വായനശാലയും കൂടിയായി, ഒരു ഗ്രന്ഥപ്പുരയായി നമ്മുടെ NBS ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം ഒക്ടോബർ 1 മുതൽ 7 വരെ തൊടുപുഴയിൽ നടക്കുമെന്ന് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് H. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 നടക്കുന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കവി ഏഴശ്ശേരി രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് ST സതീശൻ നായർ, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി KM ബാബു, ആമ്പൽ ജോർജ് തുടങ്ങിയവർ പ്രസംഗിക്കും. ഏറ്റവും ബൃഹത്തായ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1945 ഡിസംബർ 15-ാം തീയതി തകഴിയുടെ കഥകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നെൽകൃഷിയെ എല്ലാവരും മറക്കുമ്പോഴും നെൽകൃഷിയിലൂടെ ജീവിക്കുന്ന കർഷകൻ ശ്രദ്ധേയനാകുന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ പാടം കുന്നത്ത് മാത്യു വർഗീസാണ് ഇപ്പോഴും നെൽകൃഷി തുടരുന്നത്. യന്ത്രം ഉപയോഗിച്ചും കാളകളെ ഉപയോഗിച്ചുമാണ് കൃഷി ഇറക്കുന്നത്. 100-ൽ പരം ഏക്കർ പാടശേഖരമുണ്ടായിരുന്ന കിഴക്കൻ പാടത്ത് ഭൂരിഭാഗം കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ച നിലയിലാണ്. പകരം വാഴയും കന്നാരിയും മരശ്ശേരിയും കൃഷി ഇറക്കിയിരിക്കുന്നു. കൃഷി വകുപ്പിന്റെ പ്രോത്സാഹനം ലഭിക്കുന്നതായും മാത്യു പറഞ്ഞു. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കതിരാകുമ്പോഴാണ് പ്രശ്നം കാണുന്നത്. ഈ പറഞ്ഞാൽ കൂടുതലും ഇതിൻ്റെ അകത്ത് ഈ വണ്ടും അതുപോലെ തന്നെ മറ്റ് ചാഴിയൊക്കെ ശല്യം കൂടുതലുണ്ട്. പിന്നെ ആ സമയമാകുമ്പോൾ ഞങ്ങൾ മരുന്നടിക്കാറാണ് ചെയ്യുന്നത് കൂടുതലായിട്ട്. പിന്നെ ഞാൻ ഒരു പുഴു ഉണ്ടെങ്കിൽ പോലും കഴിവതും ഞാൻ മരുന്നടിക്കാറില്ല. അത് തന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിപ്പോകും. വെള്ളം കയറ്റും. ഗുണഭോക്താക്കൾ കൂട്ടം ചേർന്ന പാചകവാതക വിതരണ വാഹനം തടഞ്ഞിട്ടു. മുതലക്കോടത്തിന് സമീപം പഴുക്കാക്കുളത്തും മാവിൻചൂട്ടിലുമാണ് വാഹനം തടഞ്ഞത്. മുതലക്കോടം സാഹിബ് ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് തടഞ്ഞിട്ടത്. പാചകവാതകത്തിന്റെ ദൗർലഭ്യം പറഞ്ഞ് ഈ ഭാഗങ്ങളിൽ വിതരണ വാഹനം എത്തിയിരുന്നില്ല. ഒടുവിൽ SI PV മോഹനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടപെട്ടതിനെ തുടർന്ന് ബുക്ക് ചെയ്ത് 30 ദിവസം കഴിഞ്ഞവർക്ക് പാചകവാതകം നൽകാൻ ജീവനക്കാർ തയ്യാറായി. 4 മാസമായി വണ്ടി അങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞ 28 ഏഴിലെ മോലക്കുളം ഗ്രൗണ്ടിൽ വണ്ടിയിൽ പുറകെ പോയി ഞങ്ങൾ അന്ന് ഗ്യാസ് ഇതുവരെ ഗ്യാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്ന് 11 ആയപ്പോൾ വന്ന് നമ്മൾ ഗ്യാസ് ചോദിച്ചപ്പോൾ ഗ്യാസ് വരില്ല എന്ന് നോക്കി. നമ്മൾ വണ്ടി തടഞ്ഞിവിടെ നിർത്തിയേക്കുവാണ്. ഗ്യാസ് വന്നിട്ട് ഞങ്ങൾ പുകഞ്ഞിട്ടില്ല, വിറകില്ല, മണ്ണെണ്ണയില്ല, ഗ്യാസില്ല. ഞങ്ങളെങ്ങനെ ഭക്ഷണം വെച്ചേക്കും. തൊമ്മൻകുത്തുപുഴയിൽ കശാപ്പുശാലയിലെ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പോത്ത് ഉൾപ്പെടെയുള്ള ജന്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് പുഴയിൽ കണ്ടെത്തിയത്. പുഴ മലിനമാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭയിലെ അനധികൃത ബോർഡുകളും ഫുട്പാത്ത് കയ്യേറ്റവും ഒഴിപ്പിക്കൽ പുനരാരംഭിക്കണമെന്ന് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് R. ഹരി ആവശ്യപ്പെട്ടു.
സർവകക്ഷി യോഗത്തിൽ പിന്തുണ നൽകിയവർ നടപടി ആരംഭിച്ചപ്പോൾ എതിർപ്പുമായി രംഗത്തു വന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് പ്രകടമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയ്ക്കുള്ളിലെ അനധികൃത ബോർഡുകളും ഫുട്പാത്ത് കയ്യേറ്റവും എല്ലാം ഒഴിപ്പിക്കുവാനുള്ള നടപടി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അത് അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരുടെ അഭിപ്രായം. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് വാഗമണ്ണിൽ ആരംഭിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ 28-ന് മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് വകുപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ES ബിജിമോൾ MLA അധ്യക്ഷത വഹിക്കും. ആനിമൽ വെൽഫെയർ ക്ലബ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. PT തോമസ് MP മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VA ജോസ്, ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ റസിയ കൊന്താലം, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ R ശ്രീനിവാസൻ, പബ്ലിക് റിലേഷൻ ഓഫീസർ ഡോക്ടർ ബിജു ജെ ചെമ്പരത്തി എന്നിവർ പങ്കെടുത്തു. ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ആധുനിക രീതിയിൽ സംവിധാനത്തോടു കൂടിയ ഒരു ട്രെയിനിങ് സെൻറ്റർ കർഷകർക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും ഇതുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കും ട്രെയിനിങ് കൊടുക്കാനുള്ളൊരു അത്യാധുനിക സംവിധാനങ്ങളുള്ള ട്രെയിനിങ് സെൻറ്റർ ഇന്ന് ഇടുക്കി ജില്ലയിലില്ല. വഴിത്തല ശാന്തിഗിരി കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 28-ന് കൊമേഴ്സ് ഫെസ്റ്റ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് നടക്കുന്ന ഫെസ്റ്റ് ഗവൺമെന്റ് ചീഫ് PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഫാദർ സിജൻ ഊന്നുകല്ലിൽ അധ്യക്ഷത വഹിക്കും. കൊമേഴ്സ് വകുപ്പ് തലവൻ ഡോക്ടർ MC ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാർത്ഥി പ്രതിനിധികളായ സാറ സെലീന തങ്കച്ചൻ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ അരവിന്ദ്, KI സിറിയക്, രാജേഷ് മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസം എന്നുള്ളത് സാധാരണഗതിയിൽ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല എന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ള പ്രോഗ്രാമുകളിലൂടെ നടത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ വിവിധ തരത്തിലുള്ള കഴിവുകളെ കരിയോയിൽ ഒഴിച്ച് കിണർ വെള്ളം വൃത്തിഹീനമാക്കിയ വീടിന്റെ മുറ്റത്ത് കിടന്ന വാഹനങ്ങളും തകർത്തു. കാളിയാർ തീയാട്ടിൽ ഷാജിയുടെ വീടിന് നേരെയാണ് ആക്രമണങ്ങൾ തുടരുന്നത്. ചൊവ്വാഴ്ച രാത്രിയിൽ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള അംബാസഡർ കാറും ഓട്ടോറിക്ഷയുമാണ് തകർത്തത്. കാറിന്റെ ഗ്ലാസുകൾ തകർക്കുകയും സീറ്റുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഏതാനും നാൾ മുമ്പ് കിണർ മലിനമാക്കിയ കേസിൽ ഒരു യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. അന്ന് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചത് വിവാദമായിരുന്നു. എന്നാൽ കിണർവെള്ളം മലിനമാക്കിയതിന് പോലീസ് ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പുകളേ ഉള്ളൂ എന്നാണ് പോലീസ് ഭാഷ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് പൗരസമിതിയുടെ നേതൃത്വത്തിൽ കാളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കിഴക്കേൽ ആവശ്യപ്പെട്ടു. കാളിയാറിൽ നിന്ന് തീയാട്ട നാരായണചേട്ടൻ്റെ വീട്ടിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ നാടിനെ തന്നെ നടക്കിയ സംഭവമാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഭവനത്തിൽ തന്നെയാണ് അവരുടെ കുടിവെള്ളം അടക്കം മുട്ടിച്ച് അന്ന് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ അന്നത്തെ അഴിഞ്ഞാടിയെ തുടർന്ന് അവർ കുടിവെള്ളം അടക്കം മുട്ടിയിരിക്കുകയും അവരുടെ വീട് നശിപ്പിക്കുകയൊക്കെ ചെയ്ത സംഭവം. ആ സംഭവത്തിൽ ഇതുപോലെ ജനങ്ങൾ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് പ്രതി എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ആൾ പ്രതിയാണെന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുന്നു. അവർ പ്രതിയാണെങ്കിൽ പോലീസ് ഈ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് അതല്ലായിരുന്നു. വളരെ ശക്തമായ വകുപ്പിട്ട് കേസെടുത്ത് അദ്ദേഹത്തിന് മേൽ കേസെടുക്കാവുന്നതായിരുന്നു. പക്ഷേ പോലീസ് നിസ്സാരമായി വകുപ്പുകളിട്ട് കേസെടുത്ത്